രാഹുലിനെതിരെ പരോക്ഷ വിമർശനവുമായി പാലക്കാട് ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ. ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ കരുതൽ പാലിക്കണമായിരുന്നുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് ഒരാളും ഡിസിസിയെ സമീപിച്ചിട്ടില്ലെന്നും ഡിസിസി ജനറൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തിപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വി കെ ശ്രീകണ്ഠൻ എംപിയെയും ഡിസിസി പ്രസിഡന്റ് തള്ളി. ജനപ്രതിനിധികൾക്ക് ഒരു കരുതൽ വേണമെന്നുള്ളത് സത്യമാണ്, അല്ലാണ്ട് മറ്റൊന്നും തെറ്റാണെന്നും പറയാൻ കഴിയില്ല. അദ്ദേഹം വ്യക്തിപരമായിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് പറഞ്ഞാൽ അതിലങ്ങനെ ഒരു ഇതായിട്ട് കണ്ട കാര്യമില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചേരുന്നു അരുൺ. രാഹുലിനെതിരെ പരോക്ഷ വിമർശനവുമായി പാലക്കാട് ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ രംഗത്തെത്തിയിരിക്കുകയാണല്ലോ. അഭിപ്രായങ്ങൾ ഇങ്ങനെ കോൺഗ്രസിനുള്ളിൽ നിന്നും യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്നും ഒക്കെ പല വിധത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ പരസ്യമായി തന്നെ പ്രതികരിക്കുന്ന സാഹചര്യത്തിലേക്ക് പലരും എത്തുകയാണ്. തീർച്ചയായിട്ടും പാലക്കാട്ടെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ പാലക്കാട്ടെ കോൺഗ്രസിനുള്ളിൽ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടും രാഹുൽ ചെയ്ത പ്രവർത്തികൾ ശരിയല്ല, ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന പ്രവൃത്തിയല്ല എന്നുള്ള ശക്തമായ അഭിപ്രായം നിരവധി നേതാക്കൾക്കുണ്ട്. അതിൽ തന്നെ DCC പ്രസിഡന്റ് എ തങ്കപ്പൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു കരുതൽ വേണമായിരുന്നു, ഈ വിഷയങ്ങളിലൊക്കെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുലിനൊരു കരുതൽ വേണമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെ അദ്ദേഹം വലിയ രൂക്ഷ വിമർശനമായിട്ട് ഉന്നയിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് രാഹുൽ ചെയ്ത് തെറ്റായിപ്പോയി. രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളൊക്കെ ഒരു ജനപ്രതിനിധിക്ക് ഒരിക്കലും ചേരാത്ത, ഒരു ജനപ്രതിനിധിയുടെ അന്തസ്സിന് ചേരാത്ത പ്രവർത്തികളാണ് രാഹുൽ ചെയ്തത് എന്നുള്ളത് തന്നെയാണ് പരോക്ഷമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ സമാന അഭിപ്രായം നിരവധി നേതാക്കൾക്ക് ഉണ്ട് എന്നിരിക്കെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ സമയത്ത് ഇത്തരത്തിൽ അതിനെക്കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വരികയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെ തന്നെ പാർട്ടിയിൽ ബാധിക്കുമോ എന്നുകൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ ഒരു തൊട്ടും തൊടാതെയും കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും എ തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ രാഹുൽ ചെയ്തു വെച്ച പ്രവർത്തികൾ തലവേദനയാക്കി മാറ്റി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് പാലക്കാട്ടെ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം തന്നെയാണ് അവർക്കുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ നേരത്തെ DCCയുടെ ജനറൽ സെക്രട്ടറിയായ വി കെ ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടൊക്കെ രംഗത്തെത്തിയതിനെ കുറിച്ചും നമ്മൾ അദ്ദേഹത്തോട് DCC പ്രസിഡന്റായ എ തങ്കപ്പനോട് ചോദിക്കുകയുണ്ടായി. അത് പക്ഷേ വ്യക്തിപരമായ അഭിപ്രായമാണ്, പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല ഇത്തരത്തിൽ പല വ്യക്തികൾക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. മറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ ചില ചെറുപ്പക്കാരും സമാന രീതിയിലുള്ള അഭിപ്രായങ്ങളുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഓരോ വ്യക്തികളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. പാർട്ടി അത്തരത്തിൽ ഒരു അഭിപ്രായത്തിലേക്കോ മറ്റോ കടന്നിട്ടില്ല. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന തരത്തിൽ രാഹുൽ ഏതായാലും ചെയ്ത പ്രവർത്തികൾ അതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ വ്യക്തമാക്കുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.